മീരാസ് ഇംഗ്ലീഷ് ഹബിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ HSC ഇംഗ്ലീഷ് എക്സാമിന് മാക്ബത്തിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ക്രിട്ടിക്കൽ കമന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ആ ഒരു ചോദ്യമായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ റാങ്ക് മേക്കിംഗ് ചോദ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും? ഓരോ വർക്കിനെ ബേസ് ചെയ്തു മാക്സിമം ക്രിട്ടിക്കൽ കമന്റ്സ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനായാസം ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലുള്ള ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ഹെഡിങ് നമ്മളുടെ ഷേക്സ്പിയർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. പിന്നെ എന്താ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആരാണ് ഈ വ്യക്തി? ആർക്കെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാവോ ഞാൻ പറയുന്നതിന് മുൻപ്? ഷേക്സ്പിയറിനെ കുറിച്ച് നമ്മളുടെ സാമുവൽ ജോൺസൺ, ഡോക്ടർ ജോൺസൺ അല്ലെ, അദ്ദേഹം പറയുകയാണ്, Shakespeare opens a mine which contains gold and diamonds in unexhaustible plenty, though clouded by incrustations, debased by impurities, and mingled with a mass of meaner minerals എന്നാണ്. അപ്പോൾ ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മൈൻ പോലെയാണ് എന്ന് പറയുന്നു. ഇനി അതിൽ കുറച്ച് ഇംപ്യൂരിറ്റീസ് ഉണ്ട്, അത് അതിനെ ആവരണം ചെയ്തിരിക്കുകയാണ്, പൊതിഞ്ഞിരിക്കുകയാണ് അല്ലെ. ഇൻക്രസ്റ്റേഷൻ എന്ന് പറയുന്നത്, ക്ലൗഡഡ് ബൈ ഇൻക്രസ്റ്റേഷൻ, കുറച്ച് ഇംപ്യൂരിറ്റീസ്, ഡിബേസ്ഡ് ബൈ ഇംപ്യൂരിറ്റീസ്, കൂടാതെ വേർതി അല്ലാത്ത മിനറൽസുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഷേക്സ്പിയറിന്റെ വർക്കിലുണ്ട്. പക്ഷെ ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഗോൾഡും ഡയമണ്ട്സും ഒക്കെ ഉള്ള ഒരു മൈൻ പോലെയാണ് എന്ന് നമ്മളുടെ സാമുവൽ ജോൺസൺ ഇവിടെ പറയുന്നു. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കും എന്നതാണ് ഇവിടെ ചോദ്യം. ഒരു ക്രിട്ടിക്കൽ കമന്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ കീവേഡ്സ് മാത്രം പഠിച്ചു വെക്കുക. ഷേക്സ്പിയർ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഇൻക്രസ്റ്റേഷൻ, മിങ്കിൾഡ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി, മീനർ മിനറൽസ്, ഇങ്ങനെ കുറച്ച് വേർഡ്സ്, ഹൈലൈറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യും അല്ലെ നമ്മൾ ഇത് വായിക്കുമ്പോൾ. ആ രീതിയിൽ ഒരു 5 പ്രാവശ്യം നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഈ വേർഡ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് സാമുവൽ ജോൺസൺ പറഞ്ഞതാണ് എന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ക്രിട്ടിക്കൽ കമന്റ്സ് പഠിക്കേണ്ടത്. അല്ലാതെ ഷേക്സ്പിയർ ഓപ്പൺസ് എ മൈൻ വിച്ച് കണ്ടെയ്ൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇൻ അൺഎക്സോസ്റ്റിബിൾ പ്ലെന്റി ദോ ക്ലൗഡഡ് ബൈ ഇൻക്രസ്റ്റേഷൻസ് എന്ന രീതിയിൽ ആരും ഇത് പഠിക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ വർക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കമന്റ്സ് എല്ലാം നമ്മളുടെ ക്ലാസ്സിൽ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളുടെ രവീന്ദ്രനാഥ് ടാഗോറും NK ദേശത്തിനെയാണ്. NK ദേശം ഫെബ്രുവരിയിലായിരുന്നു നമ്മളെ വിട്ടുപിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോറും NK ദേശവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. N കുട്ടിക്കൃഷ്ണപിള്ള അല്ലെങ്കിൽ NK ദേശം, അദ്ദേഹം നമ്മളുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. ഈ ഒരു ട്രാൻസ്ലേഷന് കേന്ദ്ര സാഹിത്യ അക്കാദമി ട്രാൻസ്ലേഷൻ പ്രൈസ് ലഭിച്ചു. ഏത് വർഷമാണ്? 2017. അപ്പോൾ എന്താണ് NK ദേശവും രവീന്ദ്രനാഥ് ടാഗോറും തമ്മിലുള്ള ബന്ധം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇത് നമ്മൾക്കൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ടും ചോദിക്കാം. 2024 അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നത് എന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ എന്ന് കൊടുത്തിട്ട് ഒരു പോലീസിന്റെ പടം നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ GB ഷോനെ കാണാം, ആൽഫ്രഡ് ലോർഡ് ടെന്നിസണിനെയും കാണാം. ഇനി എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ? ഈ പോലീസുകാരൻ ആരാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാകാത്തത് അല്ലെ. നമുക്ക് നോക്കാം. ജോർജ് ബെർണാഡ് ഷോ, അദ്ദേഹം ടെന്നിസണിനെ വളരെ നീചമായി വിശേഷിപ്പിച്ചത് ബ്രെയിൻസ് ഓഫ് എ തേർഡ് റേറ്റ് പോലീസ്മാൻ എന്നാണ്. അറ്റാക്ക് ചെയ്യുകയായിരുന്നു വാക്കുകളിലൂടെ GB ഷോ. അപ്പൊ GB ഷോ ബ്രെയിൻസ് ഓഫ് എ തേർഡ് റേറ്റ് പോലീസ്മാൻ എന്ന് ആര് വിശേഷിപ്പിച്ചു? ആൽഫ്രഡ് ലോർഡ് ടെന്നിസണിനെ വിശേഷിപ്പിച്ചു. അപ്പൊ ഇത് ഓർത്തെടുക്കാനായിട്ട് ഇനി നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പിക്ചർ ഉണ്ടാവും അല്ലെ. GB ഷോ
അതുപോലെ തന്നെ ആൽഫ്രഡ് ടെന്നിസൺ നടുക്ക് നമ്മുടെ പോലീസ്മാൻ അല്ലെ, തേർഡ് റേറ്റ് പോലീസ്മാൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇന്ന് നമ്മൾ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പഠിച്ചത്. ഇതുപോലെയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ മീരാസ് ഇംഗ്ലീഷ് ഹബ്. HSA ഇംഗ്ലീഷിൽ ഓരോ ടോപ്പിക് വൈസ് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സും നിങ്ങൾക്ക് ഒരു ക്ലിക്ക് അവേ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ആപ്പിന്റെ ലിങ്ക് ഉണ്ട്, ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ബാക്കി അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.